എൻ്റർപ്രണർഷിപ്പ് IPRൻ്റെ മൊഡ്യൂൾ 4 രണ്ടാമത്തെ സെക്ഷൻ, അതായത് പാർട്ട്നേഴ്സ് പിന്നെ കസ്റ്റമേഴ്സും ഒരുമിച്ചാണ് എടുക്കുന്നത്. ചെറുതായിട്ട് സൗണ്ടിൻ്റെ ഒരു ഇഷ്യൂ വരും, കാരണം ഇവിടെ പുറത്ത് കുറച്ച് മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. മാനുഫാക്ചേഴ്സ് ഹിയർ സം പാർട്ട്നേഴ്സ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ്. മാനുഫാക്ചേഴ്സ്, ബിഗ് ഡിസൈൻ ഫേംസ്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് കമ്പനീസ്, മെഷീൻ ഷോപ്സ്, എൻജിനീയറിംഗ് ഫേംസ്. ഓക്കെ, അതിൽ മാനുഫാക്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻ മേക്ക് മൈനർ അഡ്ജസ്റ്റ്മെൻറ്റ് ടു എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ടു പ്രൊവൈഡ് സാമ്പിൾസ്. ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ലാർജ് വോളിയം ഓർഡർ. ദേ ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ലാർജ് വോളിയം ഓർഡേഴ്സ്. നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മളെ സഹായിക്കാൻ ഇവരെ കൊണ്ട് പറ്റും. ഇവരെ എക്സ്പെക്റ്റ് ചെയ്യണത് ചെറിയ മാനുഫാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഉണ്ടാക്കുന്ന ആളല്ല, ഒരു സെറ്റ് ഓഫ് ഒരു ടണ്ണ് കണക്കിനോ മില്യൺസ്, അങ്ങനെ എണ്ണത്തിൻ്റെ കണക്കിലാണെങ്കിൽ മില്യൺസ്, ഒരു വെയ്റ്റിൻ്റെ ഇതിലാണെങ്കിൽ ടൺ, അങ്ങനെയൊക്കെ വലിയ വലിയ ബിഗ് ഓർഡർ എടുക്കുന്നവരെയാണ് മാനുഫാക്ചേഴ്സ് എന്ന് പറയുക. ബിഗ് ഡിസൈൻ ഫേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവ് എ ടീം ഓഫ് എഞ്ചിനീയേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് ദ എൻറ്റയർ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ മോഡിഫൈ ചെയ്തിട്ടാണ് എല്ലാ കാലത്തും ഇവിടെ ഓരോ മാർക്കറ്റിൽ ഓരോ സാധനങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ. അല്ലാണ്ട് പുതിയതായിട്ട് ഉണ്ടാക്കുന്നത് ഇൻവെൻഷനും അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആയിട്ട്. അത്യാവശ്യം കമ്പനികൾ അത് അറ്റാച്ച്ഡ് ആയിട്ട് അത്യാവശ്യം കമ്പനികളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോണായാലും ഒരു കമ്പനി ഇറക്കുന്ന മോഡലാവില്ല വേറെ കമ്പനി ഇറക്കുക, അതിലൊരു ചെറിയൊരു ചേഞ്ച് നടത്തുക, പക്ഷേ യൂസോ സെയിം ആണുള്ളൂ. അതുപോലെ തന്നെ പല രീതിയിലുള്ള കമ്പനീസ് ഉണ്ട്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് കമ്പനീസ്. അതിന് അടുത്തതാണ് പ്രൊഡക്റ്റ് ഹെൽപ്പ് വിത്ത് ദ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ മോഡലിനെ ഹെൽപ്പ് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കും. മെഷീൻ ഷോപ്സ് ക്യാൻ ഹെൽപ്പ് വിത്ത് പ്രോട്ടോടൈപ്പ്. അതും സെയിമാണ്, ഈ മൂന്നെണ്ണം സെയിമാണ്. കാരണം എഞ്ചിനീയറിംഗ് ഫേംസ് എല്ലാതും നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇവരെ ആവശ്യമുണ്ട്. ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ നമ്മൾ എന്തായാലും ഇവരെ കൊണ്ട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് ഇൻ എ നമ്പർ ഓഫ് വേസ് ഇൻക്ലൂഡിങ് ഡിഫൈനിങ് കസ്റ്റമേഴ്സ്. ആരൊക്കെ കൊണ്ടാണ് ആവശ്യം, പിന്നെ പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി പ്രോസസ്, പ്രോസസ് ഇതുവരെയാണ്. ഓക്കെ, ഡിഫൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ പ്രോട്ടോടൈപ്പ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഡിഫൈൻ ഹൂസ് ദ കസ്റ്റമേഴ്സ് ആർ ഇൻ സിറ്റുവേഷൻ ദേ വിൽ ആർക്ക് ബി ഇൻ. ദിസ് ക്യാൻ ഡൺ ബൈ ക്രിയേറ്റിംഗ് പ്രൊഫൈൽസ് ഫോർ ടാർഗറ്റ് യൂസേഴ്സ് ആൻഡ് ദെയർ നീഡ്സ് ടു ദ ഔട്ട്കം. അതായത് നമ്മൾ ആദ്യം ഒരു പ്രൊഡക്റ്റ് ഇറക്കണതിന് മുന്നേ, അല്ലെങ്കിൽ നമ്മളൊരു മോഡൽ ഇറക്കുന്നതിന് മുന്നേ നമുക്ക് അറിയണം നമ്മൾ ആരൊക്കെയാണ് ടാർഗറ്റ് വെക്കണതെന്ന്. അതായത് ഇപ്പോൾ ഏജ് ബേസിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കും, കുഞ്ഞു കുട്ടികൾക്ക്, പിന്നെ അതിനായിട്ട് ടീനേജിൽ കടന്നവർക്ക്, പിന്നെ ടീനേജിൻ്റെ എൻഡിലായവർക്ക്, അതായത് ഒരു 19 to 18 to 20 ഇയേഴ്സിൽ വേറെ രീതിയിലാണ് നമ്മുടെ മെൻറ്റാലിറ്റി വരിക. ഓക്കെ, അതാണ് ടീനേജിൻ്റെ എൻഡെന്ന് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ അഡൾട്ട്ഹുഡിലേക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുന്നവർ, അവർക്കും കുറച്ചുകൂടി ടീനേജിൻ്റെ അഡൾട്ട്ഹുഡിൻ്റെ ഒരു ചെറിയൊരു ബ്ലെൻഡിങ് ആയിട്ടുള്ള ഒരു സീസണാണ്, ഒരു പീരീഡാണ് നമ്മുടെ ജീവിതകാലത്തിൽ. സോ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് അങ്ങനെ പല രീതിയിലുണ്ട്. ആദ്യം നമ്മൾ അതറിയണം, എന്നാലേ നമുക്ക് വിചാരിച്ച ഔട്ട്കം നമുക്ക് കിട്ടുള്ളൂ. പൈസയുടെ രീതിയിൽ നമ്മൾ എന്തായാലും പ്രൊഡക്റ്റൊക്കെ ഇറക്കുമ്പോൾ ലാഭത്തിനാണല്ലോ. സോ നമുക്ക് ആദ്യം നമ്മളുടെ കസ്റ്റമേഴ്സിനെ അറിയണം. പിന്നെ അടുത്തത് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്. കസ്റ്റമേഴ്സ് ക്യാൻ പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഓൺ പ്രോട്ടോടൈപ്സ് വിച്ച് ക്യാൻ റിഫൈൻ ദ പ്രൊഡക്റ്റ് ആൻഡ് എൻഷുർ ഇറ്റ് മീറ്റ്സ് ദെയർ നീഡ്സ്. നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് വെറുതെ മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതൊന്നും ലാഭത്തിലാവില്ല. തുടക്കത്തിലത്തെ ഒരു ക്രേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിന് കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ നമ്മൾക്ക് നല്ല പണി കിട്ടും. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നോക്കിയോ ഫോൺ. അവർക്ക് ഫസ്റ്റ് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് ഫുള്ള് ഡൊമിനേറ്റ് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. ബട്ട് അവർ കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറാവാത്തത് കൊണ്ട് മാത്രം, പിന്നെ അത്യാവശ്യം നല്ല പ്രൈസിങ് ആയിരുന്നു ഫസ്റ്റ് ആൻഡ്രോയിഡ് ഫോണൊക്കെ വന്ന ടൈമിൽ. സോ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ് അവരെ പിന്നെ ഈ രീതിയിൽ എത്തിച്ച്. ഓക്കെ, അതൊരു പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്, അതായത് കസ്റ്റമർ നീഡിന് അനുസരിച്ച് മാറാത്തതാണ് പ്രശ്നം. ഓക്കെ, ഇനി അടുത്തത് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പ്രോസസ്. കസ്റ്റമേഴ്സ് ക്യാൻ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ പ്രോട്ടോടൈപ്പ് ക്യാൻ എൻഷുർ ദ ഫൈനൽ പ്രൊഡക്റ്റ് മീറ്റ്സ് ദെയർ റിക്വയർമെൻറ്റ്സ്. അവസാനം ഇനിയിപ്പോൾ നമ്മൾ പ്രോട്ടോടൈപ്പ് ഇറക്കുമ്പോൾ ഓരോ കമ്പനീസും ഇപ്പോൾ നമ്മളൊരു സാധനം ഇറക്കുന്നുണ്ടെങ്കിലും നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ഓരോ ഇവൻറ്റ്സൊക്കെ വെച്ചിട്ട് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ട്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്തെങ്കിലും പുതിയ ഐഡിയാസ് അവരുടെ നിന്ന് പുതിയ ഐഡിയാസ് ഈ ടെക് മീറ്റിലൊക്കെ അവരും ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യും. കമ്പനി പറയുന്നത് മാത്രം കേൾക്കുക എന്നല്ലല്ലോ ഒരു മീറ്റിങ്ങിൻ്റെ അർത്ഥം. അതായത് നമുക്ക് തിരിച്ചും പറയാനുള്ള, അതായത് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരമുണ്ട്. സോ അപ്പോൾ നമ്മൾ അതിൽ വെച്ചിട്ട് പറഞ്ഞ്
നമ്മൾ നമുക്ക് ആവശ്യമായ, അതായത് നമ്മൾ പുതിയ ഇറക്കുന്ന പ്രൊഡക്റ്റിന് ഇത്രയൊക്കെ വേണം, ഇത്ര വേണം. ഇപ്പോൾ ഒരു കാറാണ് ഇറക്കണമെങ്കിൽ ഈ കാറിന് ഇത്ര ഇപ്പോൾ പുതിയ കാറുകൾ ഈ മറ്റേ ഇലക്ട്രിക് കാറൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. സോ നമ്മൾ പറയും ഇത്ര മൈലേജ് വേണം, സ്റ്റീറിങ്ങിന് ഇത്ര സ്റ്റെബിലിറ്റി വേണം, പിന്നെ AI പാർക്കിംഗ് സെൻസർ വേണം, അങ്ങനെ കുറേ സാധനങ്ങൾ പറയണ പോലെ നമ്മൾ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് കസ്റ്റമേഴ്സിനെ പ്രതിനിധാനം ചെയ്തിട്ടാണ് നമ്മുടെ കമ്പനിയിൽ വരുന്ന ഇൻവെസ്റ്റേഴ്സ് വരിക. ഓക്കെ, അതൊരു വലിയൊരു സെറ്റപ്പ് ആയതുകൊണ്ട് അത്രയ്ക്ക് നമ്മൾ ഇപ്പോൾ IPR എക്സാമിന് അത്രയ്ക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അത്ര ചിന്തിക്കേണ്ട. ഓക്കെ, താങ്ക് യു.